പരീക്ഷയ്ക്ക് നീ പഠിച്ചായിരുന്നു? ഓ അങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. ഇന്നലെ ആണെങ്കിൽ ഞങ്ങളുടെ ലെന്നപ്പശു പ്രസവ വേദനയാണ് കിടന്നത്. അപ്പം എനിക്ക് ഈ പ്രസവം കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പശുവിൻ്റെ ഓരോ പ്രാവശ്യം പശു ക്രാവിനെ എങ്ങനെയോ ക്രാവ് എങ്ങനെ വരുന്നത് അറിയാൻ വേണ്ടി അമ്മ പറഞ്ഞു ഇങ്ങോട്ടൊക്കെ വന്നേക്കല്ലേ ഇങ്ങോട്ട്. അത് പറയാൻ പോയപ്പോൾ തൊട്ട് എനിക്കുണ്ട്. പ്രസവം എടുത്തത് അതല്ല നീ ജല്ലിക്കൂടെ ഇങ്ങനെ നോക്കി നോട്ടക്കണ്ണിട്ട് നോക്കി ഈ ഒട്ട് പശു പ്രസവിച്ച സമയത്താണ് ഉറങ്ങിപ്പോവുകയും ചെയ്തു. അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ തൂങ്ങിയിരുന്ന് ഉറങ്ങുകയും ചെയ്തു. അവസാനം അതും പ്രയോജനമുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കാനും പറ്റും. ഇന്നിപ്പോൾ ഇങ്ങനെ എന്നതാകുമെന്ന് ആണോ? നീ എനിക്ക് പറഞ്ഞു കേട്ടോ. നീ എനിക്ക് പറഞ്ഞു ഇന്നത്തെ തന്നെ നീ വായിക്കുക. നാളെ കേട്ടോ. നാളെ മൊത്തം എനിക്കറിയാം. നാളത്തെ കാര്യം നാളെ ആണ്ട് ബോർഡിൽ എഴുതുന്നു. എഴുതി വരയ്ക്കും കുത്തി ആ അപ്പത്തെ എടി രണ്ടാമത്തെ അത് നോക്ക്. രണ്ട് ഇടിയോ? രണ്ടാമത്തെ ഇടിയോ? അഞ്ചാമത്തെ വെള്ളോ കുളം? ടീച്ചർ കുളം ഊഞ്ഞാലോ കിണറോ തൊട്ടിയോ? ടീച്ചർ നോക്ക്. കിണറോ തൊട്ടിയോ വെള്ളോ? എന്തെങ്കിലും കിണർ തൊട്ടി വെള്ളം കിണർ തൊട്ടി വെള്ളം കുറേ ഉണ്ടൊക്കെ ചോദിച്ചു. മോതിരൊക്കെ കാണിക്കുന്നത് ടീച്ചർ നോക്കുന്നു. 15 കുത്തോ? ആ സമയം കഴിഞ്ഞു കേട്ടോ. മതി. ടീച്ചറാണ്ട് കിടന്ന് അലയ്ക്കുന്നു. ടീച്ചർ അലയ്ക്കുന്നവരെ അലയ്ക്കാൻ വേണ്ടി സമയം ഒരുപാട് കണ്ണടക്കാതെ എനിക്ക് ഉറക്കം വരുന്നടി. എന്തൊരു ആണ്ട് കൊടുക്കാൻ വിളിക്കുന്നത് എടി. ഇതിലേ രണ്ടാമത്തെ നീ എങ്ങനെ എഴുതി വെച്ചേ? നീ എല്ലാം ശരിക്കും എഴുതിയല്ലേ നീ? എന്നിട്ട് എനിക്കൊന്നും പറഞ്ഞു തന്നില്ല. അവിടെ നിന്റെ ഒന്നും പേപ്പർ നിറച്ചോ കേട്ടോ. നോക്കിടി ഞാൻ എന്തോ എഴുതി വെച്ചേക്കുന്നത്. ഓരോത്തിനും ഓരോ ഡയഗ്രാം വെച്ചിട്ടുണ്ട്. ഡയഗ്രത്തിന് 1 മാർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ഒക്കെ വരച്ചു. ഡയഗ്രത്തിന് 1 മാർക്ക് ഇങ്ങനെ നീ വരച്ചു വെച്ചാൽ ഡയഗ്രത്തിന് 1 മാർക്ക്. നിനക്ക് എല്ലാം അറിയാമെന്നൊക്കെ നീ വലിയ പറിച്ചിട്ട് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ച ക്വസ്റ്റ്യനൊന്നും അല്ല വന്നത്. എനിക്ക് പറഞ്ഞു കഷ്ടമായിടി. നോക്കടി ഞാൻ എല്ലാം പറഞ്ഞു സുഖദേവൻ. ഞാൻ വിശ്വസിക്കത്തില്ല സുഖദേവന്റെ എല്ലാ കാര്യം നീ എന്നോട് പറഞ്ഞു.